ഹായ് ഹലോ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്നിട്ട് വിജയലക്ഷ്മിയോട് തലേ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. പ്രിയയെ വിളിച്ചിട്ട് കോണ്ടാക്ട് മാരേജിൻ്റെ കാര്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയയെ വിളിച്ചിട്ട് ഗോവിന്ദിനെ പറ്റിച്ച കാര്യവും അപ്പോൾ ഗോവിന്ദ് ശരിക്കും പൂച്ചയെ പോലെ നിന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മുടെ ഗീതു പറയുകയാണ്. അതിനുശേഷം ഗീതു പറയുകയാണ് രഞ്ജുവിനെ കൊടുക്കാനായിട്ട്, അതായത് ഗോവിന്ദേട്ടൻ്റെ കാലിൽ ഞാൻ കെട്ടിയൊരു കുടുക്കിൻ്റെ മേലെ തട്ടിയിട്ട് ഗോവിന്ദേട്ടൻ രാവിലെ എൻ്റെ മേലൂടെ വീണു. അപ്പോൾ ഈ പറയുന്ന കുഞ്ചു ഒന്ന് കതക് തുറന്നിട്ട് നോക്കുമ്പോൾ കണ്ണേട്ടൻ എൻ്റെ മേലൂടെ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ പുള്ളിക്കാരത്തി തെറ്റിദ്ധരിച്ചു, അവൾ ആകെ നാണം കിട്ടു എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ഗീതു പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് രഞ്ജു ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മിക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച മട്ടിൽ നിൽക്കുകയാണ്. ഇനി രഞ്ജുവിനെ കാണുമോ ഇല്ലയോ എന്നൊക്കെ അറിയാത്ത, എല്ലാം ഇന്ന് തന്നെ പുറത്താവുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനിൽ നമ്മുടെ വിജയലക്ഷ്മി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതു പറയണം, അമ്മേ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കുടിക്കാൻ വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണം, നെല്ല് മോളെ ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഗീതു പറയണം, പിന്നെ എനിക്ക് അമ്മ എന്തിനാണ് വെള്ളം എടുത്തു തരുന്നത്, ഞാനെന്താ ഇവിടുത്തെ VIP ഗസ്റ്റാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്കറിയാമല്ലോ എടുത്ത് കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത ചെന്നിട്ട് ജഗ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് തീരെ വെള്ളമില്ല. അപ്പോൾ ഗീത ചോദിക്കണം, ഇപ്പോൾ അമ്മ ഭക്ഷണം കഴിപ്പൊന്നും ഇല്ലേ, ഏത് നേരം വെള്ളം കൂടിയാണോ ജോലി, ഇതിൽ നിറച്ച് വെച്ചിരുന്ന വെള്ളമൊന്നും ഇല്ലല്ലോ, എപ്പോഴും മറ്റേത് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ഇതിനകത്ത് വെള്ളം പോലും നിറച്ച് വയ്ക്കാൻ ഇവിടെ ആളില്ലേ, ജോലിക്കാരിയൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കലവില സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതു. അതിനുശേഷം ഗീതു പറയാണ്, അമ്മയ്ക്ക് അവിടെ നടന്ന കാര്യം അറിയണോ, വരുണേട്ടനെ ഇപ്പോൾ പുറത്താക്കിയില്ലേ, അപ്പോൾ വരുൺ പുറത്ത് പോയതിൽ രാധികാമ്മയ്ക്ക് ആകെ കലിപ്പായിട്ടിരിക്കുകയാണ്. രാധികാമ്മയ്ക്ക് എങ്ങനെയെങ്കിലും വരുണിനെ ഇങ്ങ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു അടവ് പ്രയോഗിച്ചത് എന്താണെന്ന് വെച്ചാലേ, രേഖേച്ചി അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രേഖേച്ചിയെ പുറത്താക്കാൻ ആരും കൂടെ നിൽക്കില്ലെന്നറിയാം. അങ്ങനെ ആവുമ്പോൾ വരുണേട്ടനെ തിരിച്ച് വിളിക്കും എന്നാണ് പുള്ളിക്കാരത്തി കരുതിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ഒരു സൂത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിരാഹാരം. ഇന്നലെ മുതൽ നിരാഹാരം കിടക്കുകയാണ്. എന്തായാലും ആ നിരാഹാരത്തിന് അധികം ആയുസൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ണേട്ടനെ ഒരിക്കലും അവരിങ്ങനെ പട്ടിണി കിടക്കുന്നതൊന്നും സഹിക്കാൻ പറ്റില്ല. കണ്ണേട്ടൻ തന്നെ ഇതിന് ഒരു വരുണിനെ നേരെ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് വിളിക്കും. ഇനിയിപ്പോൾ ഏത് നേരം വേണമെങ്കിലും അറയ്ക്കലിലും ഓഫീസിലും വരുണിനെ കാണാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗീതു പറയുകയാണ്, എന്തായാലും ഇതിൽ വെള്ളമില്ലല്ലോ, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത്, വേണ്ട ഞാൻ പോയി എടുത്തോളാം, മോൾ ഇവിടെ നിൽക്ക്, എന്താ അമ്മ ഇത്, ഞാൻ പോയി എടുക്കാം, അമ്മ ഇവിടെ അടങ്ങി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജഗ്ഗു എടുത്തിട്ട് ഗീതു നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവിടെ നമ്മുടെ രഞ്ജു നിൽപ്പുണ്ടായിരുന്നു. രഞ്ജു പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഇങ്ങനെ ദൂരേക്ക് നോക്കുന്നതും കാണിക്കുകയാണ്. അതിനുശേഷം അമ്മയെന്നൊരു അങ്ങ് വിളിക്കുകയാണ്, വിജയലക്ഷ്മി അമ്മേ എന്ന് വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ തന്നെ വിജയലക്ഷ്മി അമ്മയുടെ കിളി പാറി, ഇനി രഞ്ജുവിനെ കണ്ടിട്ടാണോ വിളിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഗീത് പറയണ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് അമ്മയോട്, കൊള്ളാം അമ്മേ കൊള്ളാം, ഇതൊന്നും ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായേനെ, ഇതൊക്കെയാണല്ലേ ഇവിടെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു കുറേ ഇതൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പെട്ടെന്ന് പാഞ്ഞു വരികയാണ്. അപ്പോൾ ഗീതുവിനോട് ചോദിക്കുകയാണ്, എന്താ മോളെ എന്താ കാര്യം, പുള്ളിക്കാരത്തി വിചാരിച്ച രഞ്ജുവിനെ കണ്ടു എന്നുള്ള ടെൻഷനിലാണ്. നോക്കമ്മേ, അടുക്കളയുടെ വാതിലിങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്, ഇങ്ങനെയാണോ വീട്ടിൽ പെരുമാറേണ്ടത്, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തിന് അമ്മ പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങുമായിരുന്നല്ലോ, അടുക്കള വാതിൽ തുറന്നിട്ടിട്ടാണോ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്, എന്തായാലും വീട്ടിൽ വരുന്ന കള്ളന്മാർക്കേ അധികം ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ കിട്ടുന്നതൊക്കെ പറക്കിക്കൊണ്ട് പോകാൻ പറ്റും, കൊള്ളാമേ, ഞാൻ തന്നെ പൂട്ടിയേക്കാമെന്ന് പറഞ്ഞിട്ട് ഗീത ചെന്നിട്ട് വാതിൽ പൂട്ടുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മിക്ക് ശ്വാസം നേരെ വീഴുന്നത്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ രഞ്ജു ആണെങ്കിലുണ്ടല്ലോ, ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാരാന്ത വഴി തിണ്ണ വഴി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. നോക്കി മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് മെയിൻ വാതിലിൻ്റെ സൈഡിൽ ചെന്നിട്ട് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഗീതവും അവർ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഗീത് പോയി കഴിയുമ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടും ഇങ്ങനെ കച്ച കെട്ടിയിരിക്കുകയാണ് രഞ്ജു. നമ്മുടെ അജാസ് ആണെങ്കിൽ കാറിൽ നിന്ന് മാറി നിന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് രഞ്ജുവിനെ കാണുകയാണ്. രഞ്ജുവിനെ കണ്ടിട്ട് അജാസ് കാണാത്തണക്ക് നിൽക്കുകയാണ്. എന്നിട്ട് അജാസ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവർക്ക് എന്താ ഇവിടെ കാര്യം,
കാര്യം, ഈ സ്ത്രീ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഒരുപക്ഷെ വിജയലക്ഷ്മിയും ഗോവിന്ദ് സാറും ഈ സ്ത്രീയും തമ്മിൽ എന്താ ഇത്ര എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ ഇവർ തന്നെ ആവോ ഈ രഞ്ജുവിനെ അറയ്ക്കലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അജാസ് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഗീതു വിജയലക്ഷ്മിയോട് പറയുകയാണ്, അമ്മേ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അറയ്ക്കൽ വീട്ടിലെ ഇന്നലത്തെ കാര്യം. ഇനി ഇന്നത്തെ കാര്യം എന്താണെന്നുള്ളത് പിന്നീട് വിളിച്ച് ഞാൻ വഴിയെ അറിയിക്കാം. എന്തായാലും ആ കുഞ്ചുവിനെ കൊണ്ട് ഒരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. കുഞ്ചു കണ്ണേട്ടനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കരുതിക്കുട്ടി അവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നത്, മോളെ നീ ആ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ രാധികയെയും മകനെയും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ നിന്ന് പോകാനായിട്ട് നമ്മുടെ വിജയലക്ഷ്മിയോട് യാത്രയൊക്കെ പറഞ്ഞ് അജാസിനിപ്പം വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു അങ്ങ് പോകുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഭയങ്കര സന്തോഷമാണ്. വിജയലക്ഷ്മി ഈശ്വരനോടൊക്കെ നന്ദി പറഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം ഗീതുവും അജാസും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അജാസിൻ്റെ മുഖത്ത് നല്ലൊരു ടെൻഷൻ കാണുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, എന്താ ഇക്കയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അജാസ് പറയണേ, ഏയ് ഒന്നുമില്ലാതെയൊന്നുമില്ല, അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഇക്കയല്ലല്ലോ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴുള്ളത്, എന്തോ കുഴപ്പമുണ്ട്, ഇനി എൻ്റെ കണ്ണേട്ടം വിളിച്ച് വല്ല വഴക്കും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അജാസ് പറയണേ, ഏയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം അജാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, രഞ്ജുവിനെ കണ്ട കാര്യം ഗീതുവിനോട് പറഞ്ഞാലോ, എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന ഗീതുവിനോട് ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ഞാൻ ചെയ്യുന്ന വെറും നന്ദികേടായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം അജാസ് ഗീതുവിനോട് രഞ്ജുവിനെ കണ്ട കാര്യം പറയുകയാണ്. ഞാൻ ഇതുപോലെ ഫോൺ ചെയ്യാനായിട്ട് മാറി നിന്ന നേരത്തിന് അവിടെ ആ രഞ്ജു ഇല്ലേ, അറയ്ക്കൽ വീട്ടിൽ വന്ന ശിവരഞ്ജിനിയെ പോലൊരു പെൺകുട്ടിയെ ഞാൻ അവിടെ കണ്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ ഗീതു ഡള്ളാവുകയാണ്. ഗീതു പറയണ, ശിവരഞ്ജിനി അവിടെ വരേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഗീതു പറയുകയാണ്, ഇനിയിപ്പോൾ ഇക്കയ്ക്ക് തോന്നിയതായിരിക്കുമെങ്കിലോ അവരായിരിക്കില്ല ചിലപ്പോൾ എന്നിങ്ങനെ പറയണം. അപ്പോൾ അജാസ് മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്കറിയാം അവൾ തന്നെയാണ് വന്നത്, പക്ഷേ പെങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അജാസ് പറയുകയാണ്, എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ നീ അധികം വിശ്വസിക്കുകയൊന്നും ചെയ്യണ്ട, അങ്ങനെ അവരെ അധികം വിശ്വസിക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ വെച്ച് രഞ്ജുവിനെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, പിന്നാമ്പുറത്ത് ഒളിച്ച് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, അങ്ങനല്ല ഇക്ക, ഞാൻ അവരെ അമ്മ എന്നാണ് വിളിക്കുന്നത്, ശരിക്കും ഞാനായിട്ടല്ല വിളിച്ചത്, അമ്മ തന്നെയാണ് എന്നോട് അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ എന്നെ സ്വന്തം മകളെ പോലെ കരുതുന്ന, അല്ലെങ്കിൽ എന്നെ അമ്മയെ എന്ന് വിളിക്കാൻ പറഞ്ഞ ആ സ്ത്രീ എന്നെ ചതിക്കൂ, ഒരിക്കലും ഇല്ല, ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അജാസ് പറയുകയാണ്, എന്തായാലും പെങ്ങളുടെ വിശ്വാസം പെങ്ങളെ രക്ഷിക്കട്ടെ, എന്തായാലും അമ്മ എന്നൊരാളെ വിളിക്കാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരെ കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കുന്നത് ശരിയല്ല. അതുമാത്രമല്ല, ഈ ഒരു കാര്യത്തിലെ എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്. ഞാൻ പലരെയും എൻ്റേതാണെന്ന് കരുതി, എൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ട് ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്നേഹിച്ചവരിൽ നിന്നൊന്നും എനിക്ക് ഒരു തരിമ്പ് പോലും സ്നേഹം കിട്ടിയിട്ടില്ല, മറിച്ച് അവഗണന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ഒത്തിരി സ്നേഹിച്ച് നമ്മൾ അങ്ങ് ആകെ ഇതാവുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് അവരുടെ മനസ്സിൻ്റെ കോണിലെങ്ങും നമ്മളില്ല എന്നുള്ള കാര്യം. പെങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഗീതു പറയണേ, ഏയ് അമ്മ എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ ഗീതു അവിടെ ഇരുന്നിട്ട് ഓർക്കുകയാണ്, വിജയലക്ഷ്മിയുടെ കാര്യം ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടി തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ആ സമയത്തിന് ഗോവിന്ദ് പറയുന്നത്, ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിക്കും, അതായത് എന്ത് വില കൊടുത്തും ഞാൻ രഞ്ജുവിനെ സംരക്ഷിക്കും, എൻ്റെ ഹൃദയത്തിലാണ് അവളുടെ സ്ഥാനം എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. എന്നിട്ട് മുറിയിൽ വെച്ചിട്ട് ഗോവിന്ദും അതുപോലെ രഞ്ജുവും തമ്മിലുള്ള ഇടപഴകുന്ന കാര്യങ്ങൾ അതുപോലെ ഗീതു ഓർക്കുകയാണ്. അറയ്ക്കൽ വെച്ചിട്ട് അറയ്ക്കലല്ല, ചെമ്പകശ്ശേരി ചെന്നിട്ട് ഗീതു വിജയലക്ഷ്മിയോട് രഞ്ജുവിനെ പറ്റി ചോദിക്കുമ്പോൾ രഞ്ജുവിനെ അറിയേയില്ല എന്ന് പറഞ്ഞ കാര്യം അതൊക്കെ കൂട്ടി വായിക്കുകയാണ് നമ്മുടെ ഗീതു. അതിനുശേഷം ഗീതു ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. വിജയലക്ഷ്മിയെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വിജയലക്ഷ്മിയുടെ അടുത്ത് രഞ്ജു പറയുകയാണ്, എന്തായാലും നിങ്ങളുടെ മാനസപുത്രി വന്നിട്ട് പോയില്ലേ, എന്തായാലും ഒരിക്കലും അവൾ നിങ്ങളെ സ്നേഹിക്കില്ല, അവളുടെ സ്നേഹം നിങ്ങൾക്കൊരിക്കലും കിട്ടാനും പോകുന്നില്ല, അവളെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ അവളെ വെറുക്കും, അതനുസരിച്ച് ഇനി തൊട്ട് ഞാൻ അവളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ സ്ഥിരം ഡയലോഗുകൾ എന്നെ പുള്ളിക്കാരത്തി പറയുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗീതുവിൻ്റെ കോൾ വരുന്നത്. കോൾ എടുക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. കോൾ എടുക്കുമ്പോഴത്തേക്ക്
കോൾ എടുക്കുമ്പോഴത്തേക്ക് ഗീതു പറയുകയാണ്, അമ്മ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുകയാണ്, കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, അവിടെ രഞ്ജു വന്നിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. രഞ്ജു വന്നിട്ടുണ്ടായിരിക്കുമെന്നല്ല, രഞ്ജുവിനെ അമ്മയ്ക്ക് അറിയാമോ, ശിവരഞ്ജിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, അമ്മ ഇപ്പോൾ വീണ്ടും ഗീതു ചോദിക്കണം. അതിന് ശേഷം ഗീതു പറയുകയാണ്, അമ്മ ഇപ്പോൾ ഈ പറഞ്ഞ വാക്ക് പിന്നീട് ഒരിക്കലും തിരിച്ച് പറയേണ്ടി വരരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണെന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോഴും വിജയലക്ഷ്മി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, രഞ്ജുവിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഗീതു കരയുകയാണ്. എന്നിട്ട് ഗീതു മനസ്സിൽ പറയുകയാണ്, അജാസിക്ക പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കരുതിയ എൻ്റെ അമ്മ എന്നെ ചതിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് അജാസിക്ക ഒരിക്കലും അറിയണ്ട, അജാസിക്ക എന്നല്ല മറ്റാരും അറിയണ്ട, വിജയലക്ഷ്മി അമ്മ എന്നോട് കള്ളം പറഞ്ഞു, എനിക്കറിയാം അതങ്ങനെ തന്നെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗീതുവിന് മനസ്സിലാവുകയാണ്. ഗീതു തെറ്റിദ്ധാരണയിലാണെങ്കിൽ പോലും വിജയലക്ഷ്മിക്ക് രഞ്ജുവിനെ അറിയാം എന്നുള്ള കാര്യം ഗീതു മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഗീതു സങ്കടപ്പെടുകയാണ്, കരയുകയാണ്. അതേസമയം അജാസ് മനസ്സിൽ ഉറപ്പിക്കുകയാണ്, എന്തായാലും ഞാൻ അവിടെ വെച്ച് കണ്ടത് രഞ്ജുവിനെയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം, എന്തായാലും എൻ്റെ ഈ പെങ്ങളെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല, ഇതിൻ്റെ വേരുകൾ ഞാൻ കണ്ടുപിടിക്കും എന്ന് തന്നെ നമ്മുടെ അജാസ് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ വച്ചിരിക്കുകയാണ്. അതേസമയം ഗീതുവിൻ്റെ ഫോൺ വന്നതിന് ശേഷം വിജയലക്ഷ്മിയോട് രഞ്ജു പറയുകയാണ്, അവൾ വിളിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അവളുടെ കൂടെ നടന്ന അവളുടെ സെക്യൂരിറ്റി ഇല്ലേ ആ അജാസ്, അയാൾ എന്നെ ഇവിടെ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്ത് മറഞ്ഞു നിന്നപ്പോൾ അയാൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മി ഞെട്ടിപ്പോവുകയാണ്. അതിനുശേഷം കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് നമ്മുടെ രഞ്ജു ഇറങ്ങി പോവുകയാണ്. അപ്പോൾ രഞ്ജു പോയി കഴിയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മിക്ക് വിഷമാവുകയാണ്. വിജയലക്ഷ്മി അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ കാര്യം അതായത് അജാസ് രഞ്ജുവിനെ ഇവിടെ വെച്ച് കണ്ട കാര്യം ഗോവിന്ദിനെ വിളിച്ചറിയിക്കണം, അല്ലെങ്കിൽ എല്ലാം പൊളിയും, പിന്നീട് ഒന്നും പിടിച്ചെടുത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി പെട്ടെന്ന് ഗോവിന്ദിനെ വിളിക്കാനായിട്ട് ഫോണിനെടുത്ത് വിളിക്കുകയാണ്. പക്ഷേ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നമ്പർ പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത്. അങ്ങനെ വിജയലക്ഷ്മി ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ വിജയലക്ഷ്മി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പൂജാമുറിയിൽ കയറി പോവുകയാണ്. എന്നിട്ട് പൂജാമുറിയിൽ നിന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഇതൊന്നും ഗീതു അറിയരുതേ, ഗീതു അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള വിശ്വാസം നശിക്കും, അതുമാത്രമല്ല അവൾ എന്നെ വെറുക്കും, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ടു പോവുകയാണല്ലോ ഈശ്വര, ധ്യാനും അതുപോലെ രഞ്ജുവും തമ്മിൽ വിവാഹം നടക്കാത്തതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഞാനുമായിട്ടുള്ള പിണക്കം മാറും, പിന്നീട് അവൾ ഒരിക്കലും എന്നോട് ശത്രുതയിൽ പെരുമാറില്ല, പക്ഷെ അതൊന്നും എനിക്ക് തുറന്നു പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ വിജയലക്ഷ്മി പൂജാമുറിയിൽ നിന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പൊട്ടി കരയുകയാണ്. അതേസമയത്ത് AGM ആണ് കാണിക്കുന്നത്. AGMൽ നമ്മുടെ വരുൺ ഗോവിന്ദിന് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ രാധികാമ്മയുണ്ട്. രാധികാമ്മ ഒടുക്കത്തെ അഭിനയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ചോദിക്കുകയാണ്, നീ എന്തിനാ വരുൺ ഇങ്ങനെ ചെയ്തത്, പിന്നെ നീ എന്താ എന്നെ പറ്റി കരുതിയത്, എനിക്ക് ജീവിതകാലം മൊത്തവും നിന്നോട് പകയോ വെറുപ്പോ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല, എൻ്റെ മനസ്സിൽ എപ്പോഴും നിനക്ക് എൻ്റെ കുഞ്ഞനിയൻ്റെ സ്ഥാനം തന്നെയാണുള്ളത് എന്നൊക്കെ പറയുകയാണ്. നീ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയണം, അത് ഏട്ടാ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് കാശിൻ്റെ കുറച്ച് ആവശ്യം വന്നു, ഞാനും ഒരു ചെറുപ്പക്കാരനല്ലേ, മുമ്പാണെങ്കിൽ എനിക്ക് എത്ര രൂപ വേണമെങ്കിലും എനിക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഗീതു വന്നതിന് ശേഷം എല്ലാത്തിനും ഗീതുവിൻ്റെ സൈനിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഗീതുവിന് പൈസ തരാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് എപ്പോഴും അവളോട് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് തന്നെ ഒരു വിഷമമായിട്ട് തോന്നി, അതുകൊണ്ട് ഇതുപോലെ ഒരു വർക്ക് വന്നപ്പോഴത്തേക്ക് ഈ വർക്കിൻ്റെ കുറച്ച് കമ്മീഷൻ കിട്ടുന്നതായപ്പോഴത്തേക്ക് ഞാൻ അതിന് കൂട്ടുനിന്നു, എനിക്കിങ്ങനെ കമ്പനിയെ ചതിച്ച് എനിക്ക് ആ പൈസ അന്നേരം ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ തൻ്റെ നിരപരാധിത്വം പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇനിയിപ്പോൾ സംഭവിച്ചതൊക്കെ പോട്ടെ, ഇനി വരുണിന് ഏത് നിമിഷം വേണമെങ്കിലും പൈസ എടുക്കാനുള്ള ആ ഒരു ഇത് ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് രാധികാമ്മ നിൽക്കുകയാണ്. എന്നിട്ട് രാധിക പറയുകയാണ്, മകനോട് പറയുകയാണ്, ഗോവിന്ദ് എന്തായാലും ഇവനെ കമ്പനിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഇവനെ കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിക്കണം, അത് വെറും പ്രതിജ്ഞയല്ല, ഇവൻ ഇനി മേലാൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം, അതിന് ഇവനെ കൊണ്ട് വെറും ഒരു പ്രതിജ്ഞ ചെയ്താൽ പോരാ, ആ നിൽക്കുന്ന വലിയ മനുഷ്യൻ്റെ ശിരസിൽ തൊട്ട് ഇവൻ സത്യം ചെയ്യണം, അതായത് മാധവ മുതലാളിയുടെ ഫോട്ടോയിൽ തൊട്ട് സത്യം ചെയ്യണമെന്ന് രാധികാമ്മ പറയുകയാണ്. അത് ഗോവിന്ദിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ രാധികാമ്മ നടത്തുന്ന വേറൊരു ഒരു നാടകമാണ് അത്. പക്ഷേ ഗോവിന്ദിന് മനസ്സിലാവുന്നില്ല, ഗോവിന്ദ് അതിലങ്ങ് വീണു. അങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ